സഞ്ജു CSK വരുന്നു എന്നുള്ളതും ചെന്നൈ ഫാൻസിന് ഭയങ്കര പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. അതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്, സഞ്ജു CSK വരുന്നത്? എനിക്ക് പേഴ്സണലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ ലൈക്സ് അങ്ങനെ ഡിസ്ലൈക്സോ അങ്ങനെ ഒന്നുമില്ല. മീൻസ് എല്ലാ ടീമും എൻ്റെ ഇതിൽ ഇപ്പൊ ചെന്നൈ ഫാൻസിന് തീർച്ചയായിട്ടും ഒരു സന്തോഷം കിട്ടാം. സഞ്ജുവിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ശരിക്കും CSK. ഇവിടെ രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഹ്യൂജ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്ന സമയത്ത്. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാറാണ്, ഇപ്പോൾ സഞ്ജു ഒരു സ്റ്റാറാണ്. മീൻസ് ഒരു രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ വന്നോ അതല്ല ഇപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ക്യാപ്റ്റൻസി കിട്ടി. ക്യാപ്റ്റൻസി ഒരു 5 കൊല്ലം രാജസ്ഥാൻ റോയൽസിനെ ലീഡ് ചെയ്ത ഒരു പ്ലെയറാണ്, ഫൈനലിൽ കളിച്ച ഒരു ക്യാപ്റ്റൻ അല്ലാണ്ട്. സോ അത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻസും ഇതിലും ചെന്നൈ ഇപ്പം അവർ നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി ഒരു പക്ഷേ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3-4 കൊല്ലം കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളായിട്ടാണ് അവർ സഞ്ജുവിനെ കാണുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ സഞ്ജുയുടെ ഇപ്പം ക്യാപ്റ്റൻസി കിട്ടിയാൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇപ്പം കഴിഞ്ഞ കൊല്ലം ഋതുരാജ് ഗെയ്ക്വാഡായിരുന്നു. പരീക്ഷണത്തിലാണ്. സോ അത് ഇപ്പം സഞ്ജു ക്യാപ്റ്റനായിട്ട് 3-4 കൊല്ലം കളിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. സാറിന് ആ ഫസ്റ്റ് മൊമെന്റിൽ ആ ബോളുമായിട്ട് നമ്മൾ കളി തുടങ്ങുന്ന സമയത്ത്, മാച്ചിൽ വരുന്ന സമയത്ത് ആ ബോളുമായിട്ട് വരുന്ന അമ്പയർമാരെയാണ് ഫസ്റ്റ് വിഷ്വൽ കാണിക്കുന്നത്. ആ ഒരു മൊമെന്റിൽ ശരിക്കും മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോൾ എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓബ്വിയസ്ലി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റണം, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. തെറ്റ് പറ്റരുത്, അങ്ങനത്തെ ചിന്താഗതി ഞാൻ വെക്കാറില്ല. നമ്മൾ എനിക്കറിയാം തെറ്റ് പറ്റും. മീൻസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ഒരു ടീമിനും നമ്മുടെ അമ്പയറിങ് കാരണം ജയിക്കാനോ തോൽക്കാനോ അതൊന്ന് പ്രാർത്ഥിക്കും. നമ്മളൊരു കാരണം ആവരുത് ഒരു ടീം ജയിക്കാനോ തോൽക്കാനോ. ഡിസിഷൻ തെറ്റിയാലും കറക്റ്റ് ആയാലും അത് DRSൽ മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ഇതിൽ ആൻഡ് ഫോക്കസ് ഞാൻ പറയും. ഇനി 3 മണിക്കൂർ വേറൊന്നും നമ്മൾ ഗെയിമിലോട്ടുള്ള ഒരിതിലാണ്, ബോൾ ബൈ ബോളായിട്ട് നമുക്ക് എന്താണ് നമുക്ക് സക്സസ് തന്ന അതിലോട്ട് നിൽക്കുക, ആ കോൺഫിഡൻസിൽ തന്നെ നിൽക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഈ താരങ്ങളും ഈ പറഞ്ഞ പോലെ വിക്കറ്റ് അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് പല രീതിയിലാണ്. ഹൗസ് ദാറ്റ്, ഹൗസ് ദാറ്റ്, അത് ശരിക്കും എന്താണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അതിനൊരു പ്രത്യേക ഹൗസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, കൈ പൊക്കിയാൽ തന്നെ മതി, അതും ഒരു അപ്പീലാണ്. സോ അതിനൊരു ഹൗസ് ദാറ്റ് എന്നുള്ളത് പണ്ട് ഒരു ഇംഗ്ലീഷുകാരന്മാർ കളിച്ചിരുന്ന സമയത്ത് അതായിരുന്നു അപ്പീലിൻ്റെ ഒരു രീതി. ഓക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഹൗസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കൈ നോക്കിയിട്ട് കളിക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. അവര് കൈ കളിച്ച് എന്നെല്ലാം പറഞ്ഞ് എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് അപ്പീൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. അപ്പീൽ ആരും ചെയ്തിട്ടില്ല, കൈ പൊക്കിയിട്ടില്ല, ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റൂ. അത് ഞാൻ ചോദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാറിനൊരു ഡിസിഷൻ മനസ്സിലായി, അത് ഔട്ടാണെന്ന് തോന്നി, സാറിന് അത് അപ്പീൽ മീൻസ് അത് ഔട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് ബോൾഡ് ആണ്, ബാസോ നടന്നു പോവാണ്, ക്യാച്ച് ആണ്, ബാസോ നടന്നു പോവാണെങ്കിൽ അത് വേറെ. പക്ഷെ നമ്മൾ ഔട്ട് കൊടുക്കാൻ പാടില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതിനിപ്പോ ഒരു തേടമ്പേറിന് ഒരു ഡിസിഷൻ അങ്ങനെ ഒന്നും എവിടെയും കൊടുക്കാൻ പറ്റില്ല. അത് അതിന്റെ വഴിക്ക് വിടുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് സൈനുകൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബേസിക്കലി നമുക്ക് ഔട്ടും 6ഉം 4ഉം ഒക്കെ കോമൺലി യൂസ്. ഇങ്ങനെ എത്ര സൈനുകൾ ഉണ്ട് ക്രിക്കറ്റില്? പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇപ്പൊ ലെഗ് ബൈക്ക് ഉണ്ട്, വൈഡിനുണ്ട്, നോ ബോളിനുണ്ട്, അതേപോലെ ഡെഡ് ബോളിനുണ്ട്, പെനാൽറ്റി റൺസിനുണ്ട്, റിവോക്ക് ചെയ്യുന്ന സൈനുണ്ട്. അങ്ങനത്തെ റിവോക്ക് മീൻസ് നമ്മൾ ഒരു ഡിസിഷൻ നമ്മൾ കൊടുത്തു, ഇപ്പൊ നമ്മൾ ഔട്ട് കൊടുത്തിട്ട് അത് ഔട്ടല്ല നമുക്ക് തോന്നുന്നു. നമ്മളിപ്പം DRSൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് കൊടുത്തിട്ട് നോട്ട് ഔട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കും, അത് റിവോക്കിംഗ് സിഗ്നലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഞാൻ ഔട്ട് കൊടുത്തതിനെ റിവോക്ക് ചെയ്തിട്ട് നോട്ട് ഔട്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സിഗ്നൽ ഒരു 10-12 സിഗ്നൽ കാണുമായിരിക്കും. അതിനകത്ത് കോമൺലി ഒരു 6-7 സ്ഥിരമായിട്ട് 4, 6, പിന്നെ നോ ബോൾ, വൈഡ്, ബൈ, ഇതൊക്കെയാണ് റെഗുലറായിട്ട് വരുന്നത്. പെനാൽറ്റി റൺസിൻ്റെ ഒക്കെ വളരെ റെയറായിട്ടേ വരുള്ളൂ. പിന്നെ ഈ പവർ പ്ലേ വരുന്ന സമയത്ത് അവർ കൈ ഇങ്ങനെ കറക്കുന്ന ഇത്, പിന്നെ IPL ആണെങ്കിൽ നമ്മളെ ടൈം ഔട്ട് വരുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് ഇതേ ഉള്ളൂ. ഈ സത്യസന്ധമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാറിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സൈൻ ഏതാണ്? അങ്ങനെ സന്തോഷം അങ്ങനെയൊന്നുമില്ല, ആ സമയത്ത് വരുന്നതിൽ നമ്മൾ കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. വേറെ അതിന് സൈനിന് നമുക്ക് സന്തോഷം അങ്ങനെയൊന്നുമില്ല. ഏതായാലും നമുക്കെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഈ ബാറ്റ്സ്മാൻമാരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു ഡിസിഷൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം. നമ്മൾ എന്ന് പറഞ്ഞാൽ ആദ്യം
ഫസ്റ്റ് പ്രയോറിറ്റി വന്നിട്ട് നമ്മൾ നോക്കുന്ന ബിലീവ് ചെയ്യാം. അതിലൊന്നും കിട്ടിയില്ല, ബോൾ അടുത്തൂടെ പോയി അപ്പീലുണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. പക്ഷെ ഫസ്റ്റ് നമ്മുടെ ഒരു 95% നമ്മൾ നോക്കുന്ന, നമ്മൾ ബോൾ കണ്ട് ബാറ്റിൽ കൊണ്ടിട്ടുണ്ടോ, ശബ്ദം കേട്ടിട്ടുണ്ടോ, അത് ബേസ് ചെയ്ത് നമ്മളെ സ്കിൽ സെറ്റ്, നമ്മളെന്ന് പറഞ്ഞാൽ ഐസൈറ്റും ഹിയറിങ്ങിൻ്റെയും, ആ ഹിയറിങ് കുറച്ച് ചില സമയത്ത് കേൾക്കാം, ചില സമയത്ത് കേൾക്കാൻ പറ്റില്ല, അതിന് ട്രസ്റ്റ് ചെയ്യും. അത് ബാറ്റ്സ്മാൻ്റെ എന്ത് റിയാക്ഷൻ ആണെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 95% അവിടെ തീരും. അത് പിന്നെ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരു 5% ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. അടുത്തൂടെ പോയി ഒരു അപ്പീലുണ്ട്, നമുക്ക് ശബ്ദമൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ബാറ്റിൻ്റെ അടുത്തൂടെ ബോൾ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഇപ്പം ചില ഇതിലിപ്പോൾ ഞാൻ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ധോണി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ബോൾ പിടിച്ചിട്ട് ബോൾ മുകളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 99.9% ബാറ്റ് തട്ടിയിട്ടുണ്ട്. ഇപ്പം പുള്ളിക്കാരൻ അപ്പീൽ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ തട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരന് ഷുവർ അല്ല, പക്ഷെ എവിടെയോ തട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അപ്പീൽ നോർമലി അങ്ങനെ അല്ലാത്ത ഒരു ഇതിന് അപ്പീൽ ചെയ്യുന്ന കുറവാണ്. ഓക്കെ. സോ ചില ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ക്വിന്റൻ ഡിക്കോക്ക് ചില ഇത് ബോൾ ഇടുന്നത് പുള്ളിക്കാരൻ ഷുവർ ആണെങ്കിൽ ബോൾ പൊക്കിയിടാറുണ്ട്. പക്ഷെ ചില സമയത്ത് ബാറ്റിൽ കൊണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാണ്ട് ഒരു അപ്പീലിന് ഒരു സുഖമില്ലാത്ത ഒരു അപ്പീലുണ്ടാവും, തണുത്ത അപ്പീൽ. ഇപ്പം ദിനേഷ് കാർത്തിക്കിന് നല്ല എഡ്ജൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആണ് എഡ്ജ് ആണെന്നുള്ള, അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു പകുതി ഇങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു അപ്പീലുണ്ടാവും. അപ്പൊ ഓരോരോ ആൾക്ക് ഓരോരോ പോലെ ഉണ്ടാവും. സോ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന് പോകുമ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും, നമ്മൾ കാണും, കണ്ടു കഴിഞ്ഞിട്ട് എന്തോന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ TV കാണുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക, നമ്മൾ അതിൽ ഒരു തേർഡ് പേഴ്സൺ ആണ്, നമ്മുടെ ഡിസിഷൻ അല്ല. ആ സമയത്താണ് നമുക്ക് കൂടുതലും ശ്രദ്ധിച്ച് ഇത് കണ്ടെത്താൻ പറ്റുന്നത്. TV കാണികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പയർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ തൊട്ട് മുമ്പിൽ ബോൾ പോകുമ്പോഴേ, പിച്ചിന്റെ പകുതി വരുമ്പോഴേ നമ്മൾ ബോൾ കാണുള്ളൂ. പക്ഷെ നമ്മൾ TV കാണുമ്പോൾ അങ്ങനെയല്ല, ബോളർ ഓടി വരുന്നത് ബാക്കിൽ നിന്ന് കാണാം. അപ്പൊ ബോളിനെ കാണുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ TV പല ആൾക്കാരും TV നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ ഡിസിഷൻ കൊടുക്കുന്ന കറക്റ്റ് ആയിരിക്കും. അപ്പൊ അവർ വിചാരിക്കും ഈ അമ്പയർ നമ്മൾ വീട്ടിലിരുന്ന് സുഖമായിട്ട് വീട്ടിലിരുന്ന് ഔട്ട് കൊടുക്കാനും നോട്ട് ഔട്ട് കൊടുക്കാനും ഭയങ്കര എളുപ്പമാണ്. എന്നുകൊണ്ടാൽ നമ്മൾ ഫുള്ളും കാണുകയാണ്, അതും സ്ലോ മോഷനിൽ. ക്യാമറയുടെ ഈ ഫ്രെയിം റേറ്റ്സ് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ കണ്ണിന് ഒരു 30-40 ഷട്ടർ സ്പീഡ് ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 200-300 അതിന് കുറെ 10-20 ക്യാമറ ഉണ്ട്. അപ്പം കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് TV കാണാൻ പറ്റും. സോ അത് നമുക്ക് കാണുന്ന സമയത്ത് ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, എവിടെയാണ് ബോൾ പോയത്, പാഡിൽ തട്ടിയിട്ട് എവിടെയാണ് പോയത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് TV കാണുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യും. അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗ്രൗണ്ടിൽ ഇടാൻ പറ്റും. ചില സമയത്ത് ബോൾ എങ്ങോട്ടാണ് പോയത്, ഇപ്പൊ കളിക്കുന്ന സമയത്ത് ബോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയോ തട്ടിയിട്ടുണ്ട്, തട്ടാണ്ട് അങ്ങോട്ട് ബോൾ പോകില്ല. അങ്ങനത്തെ കുറച്ച് ഹിന്റ് നമുക്ക്